നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അല്ല, താനെന്തിനാ ഇപ്പൊ ഇത്രയും ചിരിച്ചേ? അതിന് മാത്രം തമാശ ഒന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. ആ, ഒന്നാമത് ഞാനൊരു കോമഡി പറഞ്ഞാല് അതൊരിക്കലും ആർക്കും മനസ്സിലാവുകയില്ല, ആരും ചിരിക്കാറുമില്ല. എനിക്ക് മനസ്സിലാവുകയും ചെയ്തു, ചിരിയും വന്നു. എന്തായാലും നന്നായി. ഇത്രയും നാള് ഈ മുറിയില് കണ്ണീര് തടം കെട്ടി കിടക്കായിരുന്നില്ലേ? ഇതുപോലുള്ള പൊട്ടിച്ചിരികൾ കൊണ്ട് നമുക്കത് മാറ്റണം. എല്ലാം നമുക്ക് ശരിയാക്കാം. താൻ ചിരിച്ചെങ്കിലും തന്റെ മനസ്സിൽ പൂർണ്ണമായിട്ടും സന്തോഷമല്ലെന്ന് എനിക്കറിയാം. കുറച്ചുകൂടി സന്തോഷാവും അല്ലേ? അത് എങ്ങനെയെന്നല്ലേ? താൻ കണ്ണം നടച്ചേ. താൻ കണ്ണം നടക്കടോ, ഒരു കാര്യത്തിന്. ഇനി താൻ കണ്ണുറന്നു. തുറന്നോക്ക്. ഇന്നവിടെ ഷോപ്പിൽ പോയപ്പോ തനിക്ക് വേണ്ടി വാങ്ങിച്ചതാ. തനിക്ക് ഇഷ്ടപ്പെടുകയോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. ഇഷ്ടമായില്ലെങ്കിലും താനിത് സൂക്ഷിച്ചു വെക്കണം. ഞാൻ ആദ്യമായിട്ട് തനിക്ക് വാങ്ങി തന്നല്ലേ. ഇഷ്ടത്തിന്റെ കാര്യമൊക്കെ രണ്ടാമതല്ലേ സച്ചേട്ടാ? എനിക്ക് സമ്മാനമായിട്ട് സച്ചേട്ടൻ ഇത് വാങ്ങിയതല്ലേ പ്രധാനം. സച്ചേട്ട സ്നേഹിക്കുന്ന ആൾക്ക് കൊടുക്കാൻ സമ്മാനമായിട്ട് ഒരു സാരി കരുതിയിട്ടുണ്ട്. ഇപ്പോ ഞാനാണ് ആ വ്യക്തിയെന്ന് തെറ്റിദ്ധരിച്ച് ആ സാരി ഞാൻ ഇന്നൊടുത്തു നോക്കി. സച്ചേട്ടന് അതിഷ്ടായില്ല. എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞു. ഇന്നെനിക്ക് ബോധ്യായി, ഞാനിപ്പോഴും സച്ചേട്ടന്റെ മനസ്സിലില്ലെന്നും ഒരിക്കലും അതുപോലൊരു സമ്മാനം എനിക്ക് സച്ചേട്ടനിൽ നിന്ന് കിട്ടില്ല എന്നും. ഇഷ്ടായി, ഒരുപാട് ഇഷ്ടായി. സാരിയോ അതോ? സാരിയും സാരി തന്ന ആളിനെയും. സച്ചേട്ടൻ എന്താ ഇവിടെ കാവല് നിൽക്കുന്നേ? അത്
അർച്ചന ഡ്രസ് മാറുക. ഏട്ടത്തി ഡ്രസ് മാറുന്ന ഏട്ടൻ എന്തിനാ പുറത്തിറങ്ങി നിൽക്കുന്നത്? നിനക്കിപ്പോ എന്താ വേണ്ടേ? ഓരോ കിന്നാരം കൊണ്ട് വന്നിരിക്കുന്ന വേണ്ട. എനിക്കൊന്നും വേണ്ട, ഞാൻ ഒരു ഏട്ടത്തി ഒന്ന് കാണാൻ വന്നത്. മാറങ്ങോട്ട്. ഏട്ടത്തി എന്തായി കാണിക്കുന്നത്? എന്താ ഈ സാരി വീണ്ടും എടുത്തോ? ഈ സാരിക്ക് എന്താ കുഴപ്പം? എന്താ കുഴപ്പമൊന്നോ? അന്ന് സച്ചേട്ടൻ ഏട്ടത്തിയോട് ദേഷ്യപ്പെട്ടത് ഓർമ്മയില്ലേ? ഏട്ടത്തി, അന്ന് അപ്പുറത്തെ റൂമില് സച്ചേട്ടൻ മാറ്റി വെച്ചിരുന്ന സാരിയല്ലേ ഇത്? അയ്യോ, അതാണോ ഇത്? പിന്നല്ലാതെ. ഏട്ടൻ കാണുന്നതിന് മുമ്പ് വേഗം മാറ്റിക്കോ, അല്ലെങ്കിൽ ഇവിടെ ഒരു കൊലപാതകം നടക്കും. എന്തിന്? ഇനി എന്തായാലും ഞാനിത് മാറ്റുന്നില്ല. ഇതിന്റെ പേരിൽ എന്നെ സച്ചേട്ടൻ വല്ലതും പറഞ്ഞ ഇന്ന് ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവും. ഏട്ടത്തി, ഞാൻ ആദ്യം സച്ചേനോട് സംസാരിക്കട്ടെ. ദേ, ഏട്ടത്തി ഇവിടെ നിൽക്ക്. മാറ് മാറ്, ഞാൻ പോട്ടെ. ഏട്ടാ, ഞാനൊരു കാര്യം പറഞ്ഞ ദേഷ്യപ്പെടരുത്. എന്താ? അത് പിന്നെ വന്നവിടെ സച്ചേട്ടാ, ഏട്ടാ, ഏട്ടാ പ്രശ്നമൊന്നും ഏട്ടാ പ്ലീസ്. മുന്നിൽ നിന്ന് മാറി നിൽക്കാൻ. മറ്റാരെക്കാൾ ഈ സാരി ഇണങ്ങുന്നത്? തനിക്ക് തന്നെയാ. അന്ന് പെട്ടെന്ന് ദേഷ്യം വന്നപ്പോ ഈ ഭംഗി എന്റെ കണ്ണിപ്പെട്ടില്ല. അത് ശരി. അപ്പൊ രണ്ടുപേരും കൂടെ മനഃപൂർവ്വം തേച്ചതാണല്ലേ? ഉള്ള ഉയരങ്ങ് പോയി. എടുത്ത് ഇത്രയൊക്കെ അഭിനയിക്കുവായിരുന്നല്ലേ? അല്ല, നിങ്ങൾ രണ്ടുപേരും കൂടെ ഇപ്പൊ എങ്ങോട്ട് പോകാനുള്ള പ്ലാനാ? ഒന്നുമില്ല, വെറുതെ ഒന്ന് പുറത്തു പോകാന്ന് കരുതി. ആഹാ, നൈസ് ഡിസിഷൻ. ഏട്ടൻ പറഞ്ഞതുപോലെ ഈ സാരിയിൽ ഏട്ടത്തിയെ കാണാൻ നല്ല രസമുണ്ട്. ഈ സന്തോഷത്തിലെ നമുക്കൊരു സെൽഫി എടുത്താലോ? വാ, ഇവിടെ നിൽക്കാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.